Hi friends. ഹായ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള 5 ബൾബ് LED ബൾബാണ്. ഇതുപോലെ നമ്മൾ അസംബിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ വർക്കിലായിരുന്നു ഞങ്ങൾ ഇന്ന്. അപ്പോൾ നമുക്ക് ഈ 5 ബൾബുകൾ നമുക്ക് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ്സിന്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ബൾബ് നമ്പർ 1 അത് പ്രവർത്തിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അടുത്ത ബൾബ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബൾബ് നമ്പർ 2 ഓക്കെ ആണ്. അപ്പോൾ ബൾബ് നമ്പർ 3 അത് ഓക്കെ ആണ്. ബൾബ് നമ്പർ 4 അതും ഓക്കെ ആണ്. ബൾബ് നമ്പർ 5 അതും ഓക്കെ ആണ്. അപ്പോൾ നമ്മുടെ 5 ബൾബും തെളിയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ടോപ്സോയിൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അവരുടെ വെബ്സൈറ്റ് വഴി അല്ലേ? അവരുടെ വെബ്സൈറ്റ് വഴി നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. അതായത് നമ്മുടെ ഈ ബൾബിന്റെ കിറ്റിനകത്ത് ഉണ്ടായിരുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ബൾബിന്റെ ഹൗസിങ്, ഡിഫ്ലക്ടർ, ഈ ഫ്രണ്ടിൽ കാണുന്നുണ്ടല്ലോ ഈ സാധനമാണ് ഡിഫ്ലക്ടർ എന്ന് പറയുന്നത്. ഡിഫ്ലക്ടർ, MCPCB എന്ന് പറയുന്ന സാധനം ഇതിന്റെ LED സർക്യൂട്ട് ബോർഡാണ്. B22 അല്ല, പിന്നെ ഹീറ്റ് സിങ്ക്. ഹീറ്റ് സിങ്ക് ആണ് വെച്ചിട്ടുള്ളത്. ഹീറ്റ് സിങ്ക്, ഡ്രൈവർ, പിന്നെ B22 ബേസ്. പുറകിലുണ്ടാകുന്നില്ലേ? അതായത് നമ്മുടെ ഹോട്ടലിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഈ B22 ബേസ് എന്ന് പറയുന്നത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഓർഡർ ചെയ്യുന്ന കൂട്ടത്തിൽ കിട്ടുക. എല്ലായിടത്തും നമ്മൾ ഓർഡർ ചെയ്താൽ അത് മാത്രമേ വരുള്ളൂ. ഇവരെ അതിൻ്റെ കൂടെ നമുക്ക് 5 ബോക്സും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ പേരിൽ തന്നെയുള്ള 5 ബോക്സ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതിന്റെ അസംബ്ലിംഗ് വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ അസംബ്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ അപ്പോൾ, അതായത് അതിന്റെ ഉപയോഗം വരുന്ന സമയത്ത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇടയ്ക്ക് വെച്ച് നോക്കി പോയിട്ട് നിങ്ങൾ ഇതിന്റെ റോ മെറ്റീരിയൽസ് മേടിച്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ഹീറ്റ് സിങ്ക് പ്രസ് ചെയ്യാനുള്ള മെഷീൻ, അതായത് ഈ ടിക്കി പ്രസ്സിങ് മെഷീൻ എന്നൊക്കെ പറയും നമ്മളുടെ ഹിന്ദിക്കാർ. ഇത് ശരിക്കും ഹീറ്റ് സിങ്ക് പ്രസ് ചെയ്ത് നമ്മുടെ ഹൗസിങ്ങിലേക്ക് ഉറപ്പിക്കാനുള്ള ഒരു മെഷീനാണ്. ഇത് നമ്മൾ അസംബിൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന പണി.
അപ്പം നമ്മൾ ഈ ടൂള് അസംബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് LED ബൾബ് അസംബ്ലിങ്ങിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് LED ബൾബിൻ്റെ ഹൗസിങ്ങിലേക്ക് ഇതിൻ്റെ ഡ്രൈവർ ഉറപ്പിക്കുക എന്ന് പറയുന്ന പണിയാണ്. ഇതിൻ്റെ ഡ്രൈവറാണ് AC കറണ്ടിനെ DC-യിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം കറക്റ്റ് വോൾട്ടേജിലാക്കിയിട്ട് LED പാനലിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ഡ്രൈവർ നമ്മളങ്ങനെ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഹീറ്റ് സിങ്ക് ആണ് ഉറപ്പിക്കാനുള്ളത്. ഹീറ്റ് സിങ്ക് ഉറപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ LED പാനലിലേക്ക് വരുന്ന 2 വയറ് നമ്മളുടെ ഹീറ്റ് സിങ്കിൻ്റെ സെൻറ്ററിലുള്ള ഹോളിലൂടെ നമ്മൾ പുറത്തേക്ക് കടത്തിയെടുക്കണം. അതിനുശേഷം മാത്രമാണ് നമുക്ക് ഹീറ്റ് സിങ്ക് ഉറപ്പിക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ പ്രസ്സിംഗ് മെഷീൻ്റെ ഹോൾഡറിനകത്തേക്ക് നമ്മളുടെ ബൾബിൻ്റെ ഹൗസിങ് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കാണുന്ന പ്രഷർ ഫുട്ട് ഉപയോഗിച്ച് നമ്മുടെ ഹീറ്റ് സിങ്കിനെ ഉള്ളിലേക്ക് അമർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിനുള്ളിലേക്ക് വയ്ക്കുന്നുണ്ട്. വെച്ചതിന് ശേഷം ഇതിൻ്റെ ഹാൻഡിൽ നമ്മൾ പിടിച്ച് മുകളിലേക്ക് ഉയർത്തിയാൽ പ്രഷർ ഫുട്ട് താഴേക്ക് വരും. നമുക്ക് എത്ര പ്രഷർ വേണേലും കൊടുത്ത് ഹീറ്റ് സിങ്കിനെ ഹൗസിങ്ങിനുള്ളിലേക്ക് കറക്റ്റായിട്ട് ഉറപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ളത് MCPCB ആണ്. അതായത് MCPCB എന്ന് പറയുന്നത് LED പാനലാണ്. ഈ MCPCBയുടെ പിന്നിൽ ആദ്യം നമ്മൾ തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്യണം. ഈ തെർമൽ പേസ്റ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഇലക്ട്രോണിക്സ് കടകളിൽ നിന്ന് ഒരു 10-15 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മേടിക്കാൻ കിട്ടുന്ന ഒരു ചെറിയ ബോട്ടിലാണ്. അതിനകത്തുള്ള ഈ തെർമൽ പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഹീറ്റ് സിങ്കിൻ്റെ സെൻറ്ററിലൂടെ പുറത്തേക്ക് കടത്തിയിട്ടിരിക്കുന്ന 2 വയറ് അതേപോലെ തന്നെ നമ്മുടെ MCPCBയുടെയും സെൻറ്ററിലുള്ള ഹോളിലൂടെ പുറത്തേക്ക് കടത്തിയെടുക്കണം. പിന്നീട് 2 സ്ക്രൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ കറക്റ്റായിട്ട് ഹീറ്റ് സിങ്കിലേക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ MCPCB ഹീറ്റ് സിങ്കുമായിട്ട് കറക്റ്റായിട്ട് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഈ വയറുകൾ യഥാസ്ഥാനങ്ങളിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളതാണ്. MCPCBയുടെ സെൻറ്ററിലുള്ള ഹോളിലൂടെ ചുവപ്പും കറുപ്പും നിറങ്ങളുള്ള 2 വയറുകൾ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. ഈ വയറുകളെ നമ്മൾ കറക്റ്റായിട്ട് ഈ ചുവപ്പ് കളറുള്ള വയറിനെ പ്ലസ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തും കറുപ്പ് കളറുള്ള വയറിനെ മൈനസ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തും നമുക്ക് സോൾഡർ ചെയ്തൊന്ന് പിടിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ബൾബിൻ്റെ B22 ബേസ് ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഈ B22 ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾബിൻ്റെ പിന്നിൽ വരുന്ന ഭാഗമാണ്. നമ്മൾ ഈ B22 ബേസാണ് ഹോൾഡറിനകത്തേക്ക് കയറ്റിയിടുന്നത്. ആദ്യം ചെയ്യേണ്ടത് ഈ B22 ബേസിലേക്ക് കണക്ട് ചെയ്യാനുള്ള 2 വയറുകൾ ഡ്രൈവറിൻ്റെ പിൻഭാഗത്ത് മുകളിലേക്ക് നിൽക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് കറക്റ്റായിട്ട് B22 ബേസിൻ്റെ 2 ഹോളുകളിലൂടെ പുറത്തേക്ക് നമുക്ക് എടുക്കണം. അതിനുശേഷം ഈ വയറുകളെ കറക്റ്റായിട്ട് മടക്കി ചുരുട്ടി നമ്മൾ ഒരു കറക്റ്റ് ഷേപ്പിലാക്കി ഇതിനെ പാരലാക്കി വെക്കണം. കറക്റ്റായിട്ട് നമ്മളുടെ ഈ B22 ബേസിൻ്റെ ഈ ഫ്ലാറ്റ് പാനലിൻ്റെ സമാന്തരമായിട്ട് നമുക്കൊരു റൗണ്ടിൽ ഇതിങ്ങനെ ഒന്ന് ചുരുട്ടിയെടുത്ത് ഇവിടെ വെക്കണം. നീളമില്ലെങ്കിൽ ചുരുട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം നമുക്ക് സോൾഡറിംഗ് ആണ് ഉപയോഗിച്ചിട്ട് ഈ സോൾഡർ, അതായത് ഈ ഉരുക്കി ഈ 2 ഭാഗത്തും കറക്റ്റ് ഷേപ്പിൽ ഒഴിച്ച് 2 ഇലക്ട്രോഡുകളാക്കി ഇതിനെ മാറ്റേണ്ടതുണ്ട്. ഈ ഇലക്ട്രോഡുകൾ നമ്മൾ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഷേപ്പിലായിരിക്കണം ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഹോൾഡറിലെ പിന്നുമായിട്ടുള്ള കോണ്ടാക്റ്റ് കിട്ടാതെ വരികയും ഇതിൻ്റെ പ്രവർത്തനത്തിന് വല്ലാതെ ബുദ്ധിമുട്ടുകളൊക്കെ അല്ലെങ്കിൽ ലൂസ് കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് കറക്റ്റ് ഷേപ്പിൽ, അതായത് നിങ്ങൾ സാധാരണ നിങ്ങളുടെ വീട്ടിൽ മേടിക്കുന്ന ഒരു ബൾബ് എടുത്ത് നോക്കിയതിന് ശേഷം ഏകദേശം അതിൻ്റെ ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പം അത് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മൾ 2 ഇലക്ട്രോഡുകളും സോൾഡറിംഗ് ആണ് ഉപയോഗിച്ചിട്ട് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത കലാപരിപാടി എന്ന് പറയുന്നത് ഈ B22 ബേസിനെ ഇതിൻ്റെ ഹൗസിങ്ങുമായിട്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ക്രിമ്പിംഗ് ടൂളുണ്ട്. ആ ടൂളിനുള്ളിലേക്ക് വെച്ചിട്ട് നമ്മളിതിനെ ഒന്ന് പ്രസ് ചെയ്യാൻ പോകുന്നുണ്ട്.
ആ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ B22 ബേസിൻ്റെ എഡ്ജിൽ ഒരു 12 പിന്നുകൾ, ഈ ക്രിംബ്രനിലുള്ള 12 പിന്നുകൾ വന്നിട്ട് ഡിപ്രഷൻസ് ഉണ്ടാക്കിയിട്ട് നമ്മളുടെ ഈ ഹൗസിങ്ങുമായിട്ട് കറക്റ്റായിട്ട് ഇത് ഫിക്സ് ചെയ്യും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ B22 ക്യാപ്പിൽ ചെറിയ ചളുക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് നമ്മളുടെ ഈ പോളികാർബണേറ്റ് ഹൗസിങ്ങിലേക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യും. പിന്നെ നമ്മളത് ക്രിമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇളക്കാൻ പറ്റില്ല. ഞാനിതിവിടെ ക്രിമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ക്രിമ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ക്രിമ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളുടെ ഈ B22 ബ്രേസിനെ കറക്റ്റായിട്ട് നമ്മളുടെ ഈ ഹൗസിങ്ങിലേക്ക് നമ്മൾ ഉറപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് ക്രിമ്പ് ചെയ്യുന്നതിന് മുമ്പ് B22 ബേസ് ഇതുപോലെ ഇരിക്കും. നമ്മൾ ക്രിമ്പ് ചെയ്തതിന് ശേഷം ഇതിന് ചുറ്റും ഇതുപോലത്തെ ഡിപ്രഷൻസ് നമുക്ക് കാണാവുന്നതാണ്. ഇനി നമ്മളുടെ ഫൈനലായിട്ട് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഡിഫ്ലക്ടർ ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഡിഫ്ലക്ടർ എന്ന് പറയുന്ന സാധനം നമുക്ക് അടപ്പ് പോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് വെച്ച് പ്രസ് ചെയ്ത് കയറ്റി ഉറപ്പിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ഇത് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ബൾബിൻ്റെ അസംബ്ലിങ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള കിടുക്കാച്ചി മണി പോലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ ബെൽ ബട്ടൺ, അതും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും.